ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജനുവരിയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പട്ടികയാണ്. ആദ്യം തന്നെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ദിവസം ജനുവരി 1 തന്നെ. നമുക്കറിയാം പുതുവത്സര ദിനമാണ്. അതേപോലെ തന്നെ ഈ ദിവസമാണ് ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് നോക്കാം. അതായത് ലോകമെമ്പാടുമുള്ള ആഘോഷങ്ങളും തീരുമാനങ്ങളും അംഗീകരിക്കുന്ന ഒരു പുതുവർഷത്തിന്റെ തുടക്കമാണ് ജനുവരി 1 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുതുവത്സര ദിനം എന്ന രീതിയിൽ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മനുഷ്യ കുടുംബത്തോടൊപ്പം യോജിപ്പും ഔദാര്യവും പ്രോത്സാഹിപ്പിക്കുന്ന ആഗോള കുടുംബ ദിനം എന്ന രീതിയിലും ജനുവരി 1 അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത ഡേറ്റ് ജനുവരി 4ലേക്കാണ് ഞാൻ പോകുന്നത്. ജനുവരി 4 ലോക ബ്രെയിലി ദിനം അല്ലെങ്കിൽ ബ്രെയിൽ ദിനം എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചോളാം. ഓക്കെ, സംഭവം ഇതാണ്. ലൂയിസ് ബ്രെയിലി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ലോക ബ്രെയിൽ ദിനം. അതായത് അന്ധരായ ആളുകൾ വായിക്കുന്ന ലിപിയാണ് ബ്രെയിലി ലിപി അല്ലെങ്കിൽ ബ്രെയിലി ഭാഷ. അത് കണ്ടുപിടിച്ച വ്യക്തിയാണ് ലൂയിസ് ബ്രെയിലി. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജനുവരി 4. അതുകൊണ്ട് തന്നെയാണ് ലോക ബ്രെയിലി ദിനം അല്ലെങ്കിൽ ബ്രെയിൽ ദിനം ജനുവരി 4 ആഘോഷിക്കുന്നത്. അടുത്ത കാര്യം ജനുവരി 6 ലോക യുദ്ധ അനാഥ ദിനം. ലോക യുദ്ധ അനാഥ ദിനം ജനുവരി 6. യുദ്ധ അനാഥർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെയും ആഘാതകരമായ അവസ്ഥകളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനാഥരുടെ ദിനം, ലോകദിനം ആഘോഷിക്കുന്നത്. ഇത് ജനുവരി 6 മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ്, എല്ലാ വർഷവും ജനുവരി 6 ഈ ദിവസം ആഘോഷിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് വെക്കുക. ലോക യുദ്ധ അനാഥ ദിനം ജനുവരി 6. അടുത്ത ഡേറ്റ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ NRI ദിവസം അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ദിനം. NRIന്റെ പൂർണ്ണരൂപമാണ് നോൺ റെസിഡന്റ് ഇന്ത്യൻ. ഓക്കെ, ആ ദിവസമാണ് ജനുവരി 9. അതായത് ഇന്ത്യയുടെ വികസനത്തിന് വിദേശ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനയെ അടയാളപ്പെടുത്തുന്നതിനായി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ജനുവരി 9 ആചരിക്കുന്ന ആഘോഷ ദിനമാണ് ഏത്? പ്രവാസി ഭാരതീയ ദിവസ്. ഇതുവരെ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മുംബൈയിലേക്ക് മടങ്ങിയതിന്റെ സ്മരണാർത്ഥമായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. 1915 ജനുവരി 9 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മുംബൈയിലേക്ക് മടങ്ങുന്നത്. ആ ദിവസമാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ NRI ദിനം എന്ന രീതിയിലും പറയാം. അടുത്ത ജനുവരി 11 അതായത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരമ വാർഷികമാണ് ജനുവരി 11. സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായൊരു മുദ്രാവാക്യമുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ. ഇത് ജനങ്ങളിലേക്ക് എത്തിച്ച വ്യക്തിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. അതേപോലെ തന്നെ 1966 ജനുവരി 11 ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരിക്കുന്നത്. ആ ദിവസമാണ് നമ്മൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ചരമവാർഷിക ദിനമായി ആചരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത കാര്യം, അടുത്ത ഡേറ്റ് ജനുവരി 12 ദേശീയ യുവജന ദിനം. ദേശീയ യുവജന ദിനം ജനുവരി 12. സംഭവം വിവേകാനന്ദ ജയന്തി എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, 1984 ഇന്ത്യ ഗവൺമെന്റ് ഈ ദിവസം ദേശീയ യുവജന ദിനമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. 1984. അതിനുശേഷം 1985 മുതൽ എല്ലാ വർഷവും ഇന്ത്യയിൽ ഈ പരിപാടി ആഘോഷിച്ചു വരികയാണ് ചെയ്യുന്നത്. ദേശീയ യുവജന ദിനം 1984 പ്രഖ്യാപിക്കുന്നു, 1985 മുതൽ നടപ്പാക്കി വരുന്നു. അതേപോലെ തന്നെ ഡേറ്റ് ജനുവരി 12. അടുത്ത കാര്യം ജനുവരി 13 ലോഹ്രിയാണ്. ലോഹ്രി എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉത്തരേന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്ന ജനപ്രിയ ശൈത്യകാല പഞ്ചാബി നാടോടി ഉത്സവമാണ് ഇത് ലോഹ്രി എന്ന് മനസ്സിലാക്കി വെച്ചോളാം. അടുത്തത് ജനുവരി 14. ജനുവരി 14 മകരസംക്രാന്തി, പൊങ്കല്, മാഘ് ബിഹു എന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത്. അതിൽ മകരസംക്രാന്തി ഇന്ത്യയിൽ ഉടനീളം ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവം തന്നെയാണ്. അതായത് സൂര്യൻ മകരം രാശിയിലേക്ക് മാറുന്നതിനെ അടയാളപ്പെടുന്ന ഒരു ഡേറ്റ് ആണ് ജനുവരി 14. അന്നാണ് ഇത് മകരസംക്രാന്തി. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ സൂര്യദേവനെ ആദരിക്കുന്ന വിളവെടുപ്പ് ഉത്സവമായിട്ടുള്ള പൊങ്കൽ നടക്കുന്നുണ്ട്. ആ പൊങ്കൽ എവിടെയാണ് നടക്കുന്നത് വെച്ചാൽ തമിഴ്നാട്ടിലാണ് ആഘോഷിക്കുന്നത്. സൂര്യദേവനെ ആദരിക്കുന്ന വിളവെടുപ്പ് ഉത്സവമാണ് പൊങ്കൽ. അതേപോലെ തന്നെ മാഘ് ബിഹു എന്ന രീതിയിൽ ആസമിൽ ഒരു ആഘോഷമുണ്ട്.
അതായത് അവിടെ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആഘോഷങ്ങളും അതേപോലെ തന്നെ ഒരു വിരുന്നും ഒക്കെയാണ് ഏത് മാഘ് ബിഹു എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ജനുവരി 14 എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത ജനുവരി 15 ഇന്ത്യൻ ആർമി ദിനം. നിങ്ങൾക്കറിയാം, രാഷ്ട്ര അതിർത്തികൾ സുരക്ഷിതമാക്കുകയും അതേപോലെ തന്നെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ സൈനികരുണ്ടല്ലോ, അവരുടെ ധീരതയും ത്യാഗവും ഇന്ത്യൻ സൈനിക ദിനം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഈ സമയത്ത് എന്തൊക്കെ ഉണ്ടാവും, പരേഡുകളും ചടങ്ങുകളും ഒക്കെ ഉണ്ടാവും. ആ രൂപത്തിൽ സായുധ സേനയ്ക്ക് ഈ ദിവസം ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന രീതിയിലും ഈ ദിവസം നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് ജനുവരി 18, ദേശീയ പ്രതിരോധ ദിനം. ഈ ദിനത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അതായത് രോഗപ്രതിരോധത്തിന്റെ ഒരു പ്രധാന നടപടിയാണ് ഇത് വാക്സിനേഷൻ. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജനുവരി 18 ദേശീയ പ്രതിരോധ ദിനമായിട്ട് ആചരിക്കുന്നത്. അതേപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ നേട്ടങ്ങളെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുകയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ജീവൻ രക്ഷാ വാക്സിനുകളുടെ പ്രവേശനം ഉറപ്പാക്കുകയും ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി 18 ദേശീയ പ്രതിരോധ ദിനം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി 24 ദേശീയ ബാലികാ ദിനം. 2025 ദേശീയ ബാലികാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുമ്പോൾ ഒരു ശോഭനമായ ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്ന രീതിയിലാണ് 2025 പ്രമേയം എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്ന് പറയുമ്പോൾ 2025 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം വ്യക്തികളെയും സമൂഹങ്ങളെയും സജ്ജരാക്കുകയും സാങ്കേതിക മുന്നേറ്റങ്ങളുടെ സ്വാധീനം നാവിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വിദ്യാഭ്യാസത്തിന്റെ ശക്തിയെ ഊന്നിപ്പറയുന്നു. അതേപോലെ തന്നെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം 2025 തീം AI ആൻഡ് എഡ്യൂക്കേഷൻ, പ്രിസേർവിംഗ് ഹ്യൂമൻ ഏജൻസി ഇൻ ദ വേൾഡ് ഓഫ് ഓട്ടോമേഷൻ എന്നാണ്. AI ആൻഡ് എഡ്യൂക്കേഷൻ, പ്രിസേർവിംഗ് ഹ്യൂമൻ ഏജൻസി ഇൻ ദ വേൾഡ് ഓഫ് ഓട്ടോമേഷൻ എന്നതാണ്. ഓർത്ത് വെച്ചുള്ള ഡേറ്റ് ജനുവരി 24. അതേപോലെ തന്നെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം തീമും ആലോചിച്ച് വെച്ചോളൂ. ഓക്കെ, അടുത്ത കാര്യം ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ദിനം. ദേശീയ വോട്ടേഴ്സ് ദിനം ലക്ഷ്യമിടുന്ന സംഭവം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഈ ദിനം നമ്മൾ ആചരിക്കുന്നത്. 2011 ജനുവരി 25 ആദ്യമായി ദേശീയ വോട്ടേഴ്സ് ദിനം ആചരിക്കുന്നത്. അത് എന്തിനാ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് കൂടുതൽ യുവാക്കൾ എന്ത് ചെയ്യുന്നു, തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആകർഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വർഷം തോറും ജനുവരി 25 ദേശീയ വോട്ടേഴ്സ് ദിനം എന്ന രീതിയിൽ നമ്മളിങ്ങനെ ആചരിച്ചു വരുന്നു. ജനുവരി 25 ദേശീയ ടൂറിസം ദിനമാണ്. ഇന്ത്യയിലെ ദേശീയ ടൂറിസം ദിനം ജനുവരി 25 ആചരിക്കുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ദേശീയ ടൂറിസം ദിനം 2023 അതിൻ്റെ ആഘോഷങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ഒരു സംരംഭം ഉണ്ടായിരുന്നു, ആസാദി കാ അമൃത് മഹോത്സവ്. അതിൻ്റെ ഭാഗമായിരുന്നു 2023 ദേശീയ ടൂറിസം ദിനം. ആ കാര്യം മറന്നു പോകരുത്. 2023 ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായിട്ട് ദേശീയ ടൂറിസം ദിനം ആചരിച്ചിട്ടുള്ളത്. അടുത്ത കാര്യം ജനുവരി 26 വളരെ ഇമ്പോർട്ടന്റ് റിപ്പബ്ലിക് ദിനം. ഇന്ത്യ റിപ്പബ്ലിക് ആയ ഡേറ്റ് ആണ് ഇത് ജനുവരി 26. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അംഗീകാരത്തെയും റിപ്പബ്ലിക്കിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തെയും ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡേറ്റ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് എന്തൊക്കെ ഉണ്ടാവും, പരേഡ് ഉണ്ടാവും, പ്രസംഗം ഉണ്ടാവും, സാംസ്കാരിക പരിപാടികൾ ഉണ്ടാവും, ആ രീതിയിൽ ചടങ്ങുകൾ കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇവയിൽ ഊന്നിക്കൊണ്ടാണ് ഈ ആഘോഷ പരിപാടികൾ നടക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ജനുവരി 26 അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനമാണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര കസ്റ്റംസിനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെയും ഏജൻസികളുടെയും പങ്ക് തിരിച്ചറിയുന്നതിനും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയിൽ നേരിടുന്ന തൊഴിൽ സാഹചര്യങ്ങളിലും വെല്ലുവിളികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. അപ്പം ഡേറ്റ് ആലോചിച്ച് വെക്കുക, ജനുവരി 26. ഡേറ്റിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര കസ്റ്റംസ് ദിനം കൂടെ ഉണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി 27 അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനം. അതായത് ഹോളോകോസ്റ്റിന്റെ ഇരകളുടെ സ്മരണയ്ക്കായി അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനം 2005 ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ചു.
ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2005 മുതലാണ് ഹോളോകോസ്റ്റ് അനുസ്മരണ ദിനം ജനുവരി 27 ആചരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത കാര്യം ജനുവരി 28 ലാലാ ലജ്പത് റായിയുടെ ജന്മദിനമാണ് ജനുവരി 28. അതായത് ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ശക്തനായ വാഗ്മിയും ചരിത്രകാരനും മതപരിഷ്കർത്താവും ആയിരുന്ന ലാലാ ലജ്പത് റായ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വിശേഷണമാണ് പഞ്ചാബ് കേസരി. പഞ്ചാബ് കേസരി എന്ന രീതിയിൽ അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ് ആണ്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 1865 ജനുവരി 28. പഞ്ചാബ് കേസരി, അതേപോലെ തന്നെ ജനനം 1865 ജനുവരി 28. അതാണ് ലാലാ ലജ്പത് റായിയുടെ ജന്മദിനം. അടുത്തത് ജനുവരി 28 ഡാറ്റ സ്വകാര്യതാ ദിനം. എല്ലാ വർഷവും ജനുവരി 28 ഈ ഡേറ്റ് ഡാറ്റ സ്വകാര്യതാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതായത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ, ഇപ്പോഴുള്ള ഡിജിറ്റൽ യുഗത്തിൽ വ്യക്തിഗത ഡാറ്റ സംരക്ഷണത്തിൻ്റെയും വിവരങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡേറ്റ്. ഓൺലൈൻ ഐഡൻറ്റിറ്റികൾ സുരക്ഷിതമാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഡാറ്റ സ്വകാര്യത വാഗ്ദാനം ചെയ്യുന്നതിനുമായിട്ട് ആ രീതിയിൽ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുകയാണ്, വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ബോധവൽക്കരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഡാറ്റ സ്വകാര്യതാ ദിനമായിട്ട് ജനുവരി 28 നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്തത് ജനുവരി 29. ജനുവരി 29 ലോക കുഷ്ഠരോഗ ദിനം. ലോക കുഷ്ഠരോഗ ദിനം കുഷ്ഠരോഗ സമൂഹത്തിൻ്റെ ആഘോഷവും കുഷ്ഠരോഗത്തെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുന്നതിനുമുള്ള അവസരമാണ്. അതേപോലെ തന്നെ ഈ രോഗം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാൻസൺസ് ഡിസീസ്. ഹാൻസൺസ് രോഗം. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗമാണ്. അതേപോലെ തന്നെ ജനുവരി 29 കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമാണ് എന്ന രീതിയിൽ ആലോചിച്ച് വെച്ചോളാം. അടുത്തായിട്ട് ജനുവരി 30 രക്തസാക്ഷി ദിനം. നിങ്ങൾക്കറിയാം, ഇന്ത്യ എല്ലാ വർഷവും ജനുവരി 30 രക്തസാക്ഷി ദിനം ആചരിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചരമവാർഷികമാണ് ഏത് ജനുവരി 30 എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യക്കായി ജീവൻ ബലിയർപ്പിച്ച മഹാനായ വീരന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ത്യാഗങ്ങൾ ഈ ദിവസം ഓർമ്മിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ജനുവരി 30 രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ദിവസം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഷഹീദ് ദിവസ്. ഷഹീദ് ദിവസ് എന്നറിയപ്പെടുന്നത് ജനുവരി 30. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ജനുവരിയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനം നമുക്ക് ഫെബ്രുവരിയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ പ്രത്യേക ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്